ഗായു ഡാ, എനിക്ക് തന്നോട് സീരിയസ് ആയ ഒരു കാര്യം പറയാനുണ്ട്. എന്താ ധ്രുവ്? നാളെ താൻ നേരത്തെ റെഡിയാവ്, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ് ധ്രുവ്. ഫോൺ കട്ടായതും ഗായത്രി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തെളിയുന്ന ധ്രുവിൻ്റെ ഫോട്ടോ നോക്കി. എൻ്റെയാ നീ ധ്രുവ്, എൻ്റെ മാത്രം. അതിനായി ഏതറ്റം വരെയും ഞാൻ പോകും. ചാകണമെങ്കിൽ അങ്ങനെ, അതല്ല കൊല്ലണമെങ്കിൽ അങ്ങനെ. ധ്രുവ് പറഞ്ഞതനുസരിച്ച് രാവിലെ തന്നെ ഗായത്രി റെഡിയായി. ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാനായി ലൈറ്റ് വൈറ്റ് ബ്ലാക്ക് സാരിയിൽ പിങ്ക് സ്റ്റോൺ വർക്കുള്ള സാരി സെലക്ട് ചെയ്തു. മുമ്പ് എന്ന് ഇത് എടുത്തപ്പോൾ എല്ലാവരും നല്ല കമൻറ്റാണ് പറഞ്ഞത്. ലെയർ കട്ട് ചെയ്ത മുടി വെറുതെ ഫ്രീ ആയി ഇട്ടു. ലൈറ്റായി മേക്കപ്പ് ചെയ്ത് ഒടുവിൽ പിങ്ക് കളർ ഒരു പൊട്ടും എടുത്ത് വെച്ച് കണ്ണാടിയുടെ മുന്നിൽ നിന്നു ഗായത്രി. നന്നായിട്ടുണ്ട്. തൻ്റെ ഭംഗി കണ്ട് സ്വയം നല്ല കോൺഫിഡൻസ് കിട്ടി. മെല്ലെ വീടിൻ്റെ മുന്നിൽ ചെന്ന് റോഡിലേക്ക് നോക്കി നിന്നു. പല ആവർത്തി ഫോണിൽ സമയം നോക്കി. ആവുന്നേ ഉള്ളൂ, എന്താ സമയം നീങ്ങാത്തെ? നോക്കി നിന്ന് ഒടുവിൽ അവൻ വന്നു. ധ്രുവ് വിടർന്ന കണ്ണുകളാലെ ഓടിക്കയറി കാറിൻ്റെ ഉള്ളിൽ. പുഞ്ചിരിയാലുന്ന മുഖത്താൽ ധ്രുവ് തന്നെ നോക്കുന്നത് മനസ്സ് നിറഞ്ഞു കണ്ടു. നുണക്കൂടി തെളിച്ച് ചിരിച്ച് ആ നാവിൽ നിന്ന് മുതിർന്ന യു ലുക്ക് സോ പ്രിറ്റി ഗായു എന്ന വാക്കുകളിൽ തത്തിക്കളിച്ച് അവളൊരു സ്വപ്നലോകത്തേക്ക് എന്ന വണ്ണം ഇരുന്നു. ഇത്രയും നാൾ, ഇത്രയും കാലം താൻ കൊതിച്ചതായിരുന്നു ഈ ഒരു നോട്ടത്തിന്, പരിഗണനയ്ക്ക്. ആദ്യം എന്നാ കണ്ടതെന്നറിയില്ല, പക്ഷേ ഈ മുഖം മനസ്സിൽ കയറിയിരുന്നു. പ്രണയമായിരുന്നു, എനിക്ക് വല്ലാത്ത പ്രണയം. എല്ലാം പറയാനായി വന്നതാ ജോർദാനിൽ നിന്ന് നാട്ടിലേക്ക്. നാട്ടിലെ ഓഫീസിൽ ധ്രുവ് വർക്ക് ചെയ്യണമെന്നറിഞ്ഞ് അച്ഛനോട് കെഞ്ചി പറഞ്ഞ അവിടെ താനും പോകാൻ തുടങ്ങിയത്. പക്ഷെ തിരിച്ചു ഒത്തിരി അകലം പാലിച്ചു ധ്രുവ്. പക്ഷെ തിരിച്ചു കൂടുതൽ അടുക്കാൻ ഞാനും. ഒരു ദിവസം പെട്ടെന്ന് ഓഫീസിൽ ചെന്ന് ഞാൻ കണ്ടു പാർവണയെ പുണർന്ന് സ്വയം മറന്ന് നിൽക്കുന്ന ധ്രുവിനെ. ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഒന്നും അറിഞ്ഞതായി ഭാവിക്കാതെ ഒരവസരത്തിനായി കാത്തു. ഒടുവിൽ പറഞ്ഞു വെച്ചതുപോലെ കിട്ടിയ ഒരവസരം. ധ്രുവിനെ ജോർദാനിലേക്ക് തിരിക്കേണ്ടി വന്നപ്പോൾ എല്ലാം തൻ്റെ കയ്യിലായി. ധ്രുവ് വിദഗ്ധമായി തന്നെ പാർവണയുടെ മുന്നിൽ ധ്രുവിൻ്റെ ചതിയനാക്കി. തിരിച്ച് ധ്രുവിൻ്റെ മുന്നിൽ പാർവണയെയും. പിന്നെ ധ്രുവ് ജയിലിലായപ്പോൾ എല്ലാം ഉപേക്ഷിക്കാൻ അച്ഛൻ ഉപദേശിച്ചു. പ്രണയം ഒന്നുമില്ലാത്തവനെ പ്രണയിച്ചിട്ട് എന്തിനാ, അതും വെറുമൊരു തടവുകാരനെ. പക്ഷെ ധ്രുവിനോടുള്ള പ്രണയം എൻ്റെ ഉള്ളിൽ ആളി പടർന്നിരുന്നു. പക്ഷെ ജയിലിൽ നിന്ന് ഇറങ്ങിയവൻ്റെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു. അവനെല്ലാം നേടിയെടുക്കുന്നത് അത്ഭുതത്തോടെ കണ്ടു. വീണ്ടും അവനോടടുത്തു. മുന്നിലൊരു തടസ്സവും ഇനി ഉണ്ടാവില്ല എന്ന് കരുതി. അപ്പോഴാ വീണ്ടും അവൾ, പാർവണ. കൊല്ലാൻ തന്നെയായിരുന്നു തീരുമാനം. ഇനി ഞങ്ങൾക്കിടയിൽ അവൾ വേണ്ട. പക്ഷെ ധ്രുവ് ഒരു നിഷ്കൃഷ്ട ജീവിയെപ്പോലെ അവളെ ആട്ടിയകറ്റി. വല്ലാത്ത സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ. അവളുടെ ജീവൻ നീട്ടിക്കിട്ടിയതും അതുകൊണ്ടാ. ഇപ്പോൾ ധ്രുവിനും തന്നോടെന്തോ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയാണോ? മെല്ലെ കണ്ണുകളടച്ച് ഗായത്രി സീറ്റിലേക്ക് ചാരി. ഇറങ്ങടോ. ധ്രുവിൻ്റെ ശബ്ദമാണ് ഗായത്രിയെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. വേഗം ഇറങ്ങി. ഒരു റെസ്റ്റോറൻറ്റിന് മുന്നിലാണ്. ഇവിടെ? ഗായത്രി സംശയിച്ച് ചോദിച്ചു. എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട് കുറച്ച്. മുന്നിൽ അതും പറഞ്ഞ് കയറി പോകുന്നവൻ്റെ പുറകെ ഗായത്രിയും കയറി. ഓർഡർ ചെയ്ത കാപ്പിയെ ഒന്ന് ഊതിക്കുടിച്ച് ഗായത്രി ധ്രുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. പറയാനുള്ളത് എന്താണെന്നറിയാനുള്ള ആഗ്രഹത്തിൽ ചെറിയ ചിരിയോടെ ധ്രുവ് പറഞ്ഞു തുടങ്ങി. ഗായു. മിഴികൾ വിടർന്ന് ഗായത്രി ധ്രുവിനെ നോക്കി. ചുറ്റി വളക്കാതെ പറയാം, എനിക്ക് തന്നെ എന്തോ വല്ലാത്ത ഇഷ്ടമാണ്. ഐ തിങ്ക് ഐ ലവ് യു. കുടിച്ച കാപ്പി വിക്കി ഗായത്രി ധ്രുവിനെ നോക്കി. എന്താടോ, തനിക്കെന്നെ ഇഷ്ടല്ലേ? ധ്രുവ് കണ്ണു നിറഞ്ഞു വന്നു ഗായത്രിയുടെ. അവൾ അവൻ്റെ കൈ മെല്ലെ എടുത്ത് തൻ്റെ കൈയോട് ചേർത്തു. എത്ര കാലം ഈ വാക്കുകൾ കേൾക്കാൻ കാത്തിരുന്നിട്ടുണ്ടെന്നറിയോ ഞാൻ? ധ്രുവ്, യെസ്, എനിക്ക് തൻ്റെ ഈ പ്രണയം കാണാൻ കഴിഞ്ഞില്ല ഗായു. മനസ്സിൽ മുഴുവൻ ആ നന്ദി കെട്ടവളായിരുന്നു. ഇനി എനിക്ക് ജീവിക്കണം എൻ്റെ പെണ്ണിനൊപ്പം. നിനക്ക് സമ്മതമല്ലേ? 1000 വട്ടം സമ്മത ധ്രുവ്. എങ്കിൽ മറ്റന്നാൾ എൻ്റെ വീട്ടിൽ വെച്ച് നമ്മുടെ രജിസ്റ്റർ മാരേജ്. എന്താ, സമ്മതമല്ലേ? പ്രതിമ പോലെ ഗായത്രി തലയാട്ടി. ഗായത്രിയുടെ ഹൃദയം പെരുമ്പറ കൂട്ടി സന്തോഷത്താൽ. പാർവണയോടുള്ള ദേഷ്യത്തിൻ്റെ പേരിലായാലും തന്നെ ധ്രുവ് തൻ്റേതാവാൻ പോകുന്നു. അവളുടെ ചുണ്ടിലൊരു ഗൂഢമായ ഒരു ചിരി വിരിഞ്ഞു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി കുഞ്ചൂസിന് കഴിക്കാൻ കൊടുക്കായിരുന്നു പാർവണ. ഡി പാറു, നീ അറിഞ്ഞാ ഗായത്രി മാഡത്തിന് ധ്രുവ് സാർ കല്യാണം കഴിക്കാൻ പോവാണെന്ന്? സാറിൻ്റെ വീട്ടിൽ വെച്ചാണ് രജിസ്റ്റർ മാരേജ്. നമ്മൾ സ്റ്റാഫ്സ് എല്ലാവരും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ജെനിയുടെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ പാർവണയിൽ ഒരു നടുക്ക് സൃഷ്ടിച്ചു. മിഴികൾ നിറഞ്ഞ കുഞ്ചൂസിനെ നോക്കി. ഇടം കണ്ണിട്ട് അവളെ നോക്കി. ജെനി വേഗം അവിടെ നിന്നും പോയി. വായിൽ വെച്ചു കൊടുക്കുന്നത് മുഴുവൻ വണ്ടി ഓടിച്ച് തെറിപ്പിക്കുന്ന കുസൃതിയെ നോക്കും തോറും ഉള്ളു പൊള്ളിപ്പിടഞ്ഞു. നിനക്ക് അച്ഛൻ മാലയ്ക്ക് തന്ന് കടമ തീർത്തതാവും അല്ലേ അച്ഛൻ്റെ? നമുക്കിത് വേണ്ട കേട്ടോ, തിരിച്ചു കൊടുക്കാം. അയാളുടേതായ ഒന്നും ഇനി നമുക്ക് വേണ്ട. മറുപടിയെ കുഞ്ഞിപ്പല്ല് കാട്ടി ഒന്ന് ചിരിച്ചു കാണിച്ചു ആ കുഞ്ഞിച്ചക്കൻ. ഏതോ ജോലി ധൃതി പിടിച്ച് ചെയ്യായിരുന്നു പാർവണ. ഡി എന്ന് വിളിക്കുന്നത് കേട്ടാണ് സിസ്റ്റത്തിൽ നിന്ന് തലപൊക്കി നോക്കിയത്. പുച്ഛത്തോടെയുള്ള ചിരി സമ്മാനിച്ച് ഗായത്രി മുന്നിൽ നിൽക്കുന്നുണ്ട്. നാളെ എൻ്റെയും ധ്രുവിൻ്റെയും കല്യാണമാണ്. ആര് വന്നില്ലെങ്കിലും നീ വരണം കേട്ടോടി എന്ന് പറഞ്ഞ് നടന്നകലുന്നവളെ നിർവികാരിയായി നോക്കിയിരുന്നു പാർവണ.
തുടരും. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.